ഇപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്നത് നമുക്കൊരു തീരാ തലവേദനയാണ്. എപ്പോഴാണ് അവർ ഒരു നല്ലൊരു ജനാധിപത്യ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രമായി മാറുമെന്നൊന്നും നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. ഇനിയും സംഘർഷങ്ങളുണ്ടാകും. അത് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധി മതി. അപ്പോൾ ഒരു 10 ദിവസം പോലും ആയിട്ടില്ല വെടിനിർത്തൽ താൽക്കാലികമായി വന്നിട്ട് 18-ാം തീയതി വെടിനിർത്തൽ അവസാനിക്കുകയും ചെയ്തു. എന്നാലും അത് തുടരുകയാണ്. അത് ശാന്തമായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ വെല്ലുവിളികൾ നടത്തുന്നതും ഇതുമായി ബന്ധപ്പെട്ട ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ചിത്രങ്ങൾ മോർഫ് ചെയ്യുന്നു, അതൊന്നും ശരിയല്ല. ആര് ചെയ്താലും അതൊന്നും ശരിയല്ല. ഒരു ദേശീയ സമവായത്തിൻ്റെ സമയമാണ്. ലോകത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഒറ്റക്കെട്ടാണ് എന്ന് കാണിക്കണം. ഡോക്ടർ ഗോപകുമാർ, ഇന്ന് നമ്മൾ കാണുന്നത് കോൺഗ്രസും BJPയും ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ ചേരി തിരിഞ്ഞ് പോരാടുന്നതും അത് സകല സീമകളും ലംഘിക്കുന്നതുമാണ്. നോക്കൂ, ഇന്നിപ്പോൾ പാർലമെന്റിന്റെ വിദേശകാര്യ സമിതിയുടെ അധ്യക്ഷനും ഇന്ത്യയുടെ 7 നയതന്ത്ര സംഘങ്ങളിൽ ഒന്നിലെ നയിക്കുന്ന ആളുമായ ശശി തരൂർ പറയുന്നത് ഒരു ബൈ പാർട്ടിസാൻ കൺസെൻസസ് വേണം രാജ്യത്ത് ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിലും ഫോറിൻ പോളിസിയുമായും ബന്ധപ്പെടുന്ന വിഷയങ്ങളിലും എന്നാണ്. അപ്പോൾ അദ്ദേഹം കുറേ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 9/11 സംഭവിച്ചപ്പോൾ അമേരിക്കയിൽ 2 പാർട്ടികൾ ഒരുമിച്ച് നിലപാടെടുത്തു. ക്രൈസ്റ്റ് ചർച്ച് ആക്രമണം നടന്നപ്പോൾ ന്യൂസിലാൻഡിൽ അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരു നിലപാടെടുത്തു. ആഗോള വ്യാപകമായി രാജ്യത്തിനൊരു പ്രശ്നം വരുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളെല്ലാം കേവല രാഷ്ട്രീയ ലാഭം നോക്കാതെ ഒരുമിച്ച് നിൽക്കും. അതാണ് നമുക്ക് വേണ്ടതെന്ന് കോൺഗ്രസിന്റെ നേതാവ് ശശി തരൂർ പറയുന്നുണ്ട്. അദ്ദേഹം അങ്ങനെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ അത് നടപ്പാവുന്നുണ്ടോ? എന്തു തോന്നുന്നു? നിർഭാഗ്യവശാൽ അത് നടപ്പാകുന്നില്ല. അതല്ലെങ്കിൽ അതിന് ഒത്തിരി വെല്ലുവിളികൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പരമാർത്ഥം. വിദേശ നയത്തിൽ രാജ്യത്തിന് പൊതുവായൊരു സമവായം എപ്പോഴും എല്ലാ കാര്യത്തിലും ഉണ്ടാകണമെന്നില്ല. പക്ഷേ ഒരു പ്രതിസന്ധി വരുന്ന പശ്ചാത്തലത്തിൽ, ഒരു സംഘട്ടനം വരുന്ന പശ്ചാത്തലത്തിൽ, ഒരു ചെറിയ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ദേശീയ താൽപ്പര്യത്തിന് അനുസൃതമായി നിൽക്കണമെന്നും താൽക്കാലികമായിട്ടാണെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ശ്രമങ്ങളോട് പിന്തുണയ്ക്കുകയും വേണം. ഇപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്നത് നമുക്കൊരു തീരാ തലവേദനയാണ്. എപ്പോഴാണ് അവർ ഒരു നല്ലൊരു ജനാധിപത്യ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രമായി മാറുമെന്നൊന്നും നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. ഇനിയും സംഘർഷങ്ങളുണ്ടാകും. അത് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധി മതി. അപ്പോൾ ഒരു 10 ദിവസം പോലും ആയിട്ടില്ല വെടിനിർത്തൽ താൽക്കാലികമായി വന്നിട്ട് 18-ാം തീയതി വെടിനിർത്തൽ അവസാനിക്കുകയും ചെയ്തു. എന്നാലും അത് തുടരുകയാണ്. അത് ശാന്തമായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ വെല്ലുവിളികൾ നടത്തുന്നതും ഇതുമായി ബന്ധപ്പെട്ട ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ചിത്രങ്ങൾ മോർഫ് ചെയ്യുന്നു, അതൊന്നും ശരിയല്ല. ആര് ചെയ്താലും അതൊന്നും ശരിയല്ല. ഒരു ദേശീയ സമവായത്തിൻ്റെ സമയമാണ്. ലോകത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഒറ്റക്കെട്ടാണ് എന്ന് കാണിക്കണം. പാർലമെൻ്ററി ജനാധിപത്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് നല്ല സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇത് പറയുമ്പോഴും ഇതിനൊരു ലിമിറ്റുണ്ട്, ഒരു അതിർത്തിയുണ്ട്. അത് വിട്ടു പോകരുത്, പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു പ്രതിസന്ധി നിൽക്കുന്ന കാലഘട്ടത്തിൽ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു സന്ദേശം വിദേശത്ത് വളരെ മോശപ്പെട്ട ഒരു സന്ദേശമായിരിക്കും. അതുകൊണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും ഭരണകക്ഷിയായാലും പ്രതിപക്ഷമായാലും ഉത്തരവാദിത്വത്തോടെ പെരുമാറണമെന്നാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ കിട്ടുന്ന സന്ദേശങ്ങൾ അങ്ങനെയല്ല എന്ന് മനസ്സിലായി. അതുമായുള്ള കൂടുതൽ ചർച്ച നമുക്ക് പോകാം. ഞാൻ അതിന് മുമ്പ് ഒരു ഉദാഹരണം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 1982-83 ബ്രിട്ടൻ ഫാക്ലാൻഡ് യുദ്ധത്തിൽ ഏർപ്പെട്ടു. അർജൻറ്റീന എന്ന രാഷ്ട്രവുമായി വലിയൊരു സംഘട്ടനം നടത്തി. ബ്രിട്ടൻ വിജയിക്കുകയും ചെയ്തു. ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം ഫാക്ലാൻഡ് അവരുടെ കൈവശം വരേണ്ടത് ഏറ്റവും അത്യാവശ്യമായിരുന്നു, സാങ്കേതിക കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളത്. പക്ഷേ ഒരു 2 കൊല്ലം കഴിഞ്ഞാണ് ആ യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു കഥ പുറത്തു വരുന്നത്. അത് അന്നത്തെ പ്രതിപക്ഷ നേതാവായ നീൽ ഖിനോക്ക് മാർഗരറ്റ് താച്ചറിനെ വിമർശിച്ചുകൊണ്ടൊരു പ്രമേയം പാർലമെൻറ്റിൽ കൊണ്ടുവന്നു. അതിൽ പറഞ്ഞത് ഈ യുദ്ധം അടിച്ചേൽപ്പിക്കുകയായിരുന്നു ബ്രിട്ടൻ്റെ മേൽ, അർജൻറ്റീനയുടെ മേലും അടിച്ചേൽപ്പിക്കുകയായിരുന്നു. അതിനുള്ള തെളിവ് അദ്ദേഹം വച്ചുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ താച്ചർ അത് വെല്ലുവിളിച്ചു. അപ്പോൾ ആ തെളിവ് അദ്ദേഹം സമർപ്പിച്ചു. വളരെ ദൂരെ, സ്ട്രൈക്കിംഗ് ഡിസ്റ്റൻസിൽ എത്രയോ ദൂരെ നിൽക്കുന്ന ഒരു അർജൻറ്റീനിയൻ സബ്മറൈനെ ഒരു കാരണവുമില്ലാതെ പ്രൊവോക്കേറ്റ് ചെയ്ത് അത് ടോർപിഡോ ചെയ്തതിന് ശേഷം അർജൻറ്റീനയ്ക്ക് നിൽക്കക്കള്ളിയില്ലാതെ യുദ്ധത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നു. അർജൻറ്റീന തോക്കുകയും ചെയ്തു. ഇതിൽ ഒരുപാട് മാനഹാനി അന്നത്തെ പ്രധാനമന്ത്രിയായ താച്ചറിനുണ്ടായി. പക്ഷേ ഡിഫൻസ് രഹസ്യങ്ങൾ ചോർത്തിക്കൊടുത്തു എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രിയും അവരുടെ കൺസർവേറ്റീവ് പാർട്ടിയും എല്ലാം സ്പീക്കറെ വിമർശിക്കാനൊക്കെ സ്പീക്കറോട് പ്രതിപക്ഷ നേതാവിൻ്റെ നടപടിയെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ
കൺസർവേറ്റീവ് പാർട്ടിയുടെ ഒരു അംഗമായിരുന്ന സ്പീക്കർ, അവിടുത്തെ സ്പീക്കർ നിഷ്പക്ഷനാണല്ലോ, വളരെ വ്യക്തമായി പറഞ്ഞു ഒരു കാരണവശാലും എടുക്കാൻ പാടില്ല. പ്രതിപക്ഷത്തിലെ ഒരു അംഗം, പ്രതിപക്ഷത്തിൻ്റെ നേതാവിന് യുദ്ധത്തിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാനുള്ള എല്ലാ അവകാശവുമുണ്ട്. ഇപ്പോൾ യുദ്ധം കഴിഞ്ഞു, അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ ഒരു വിവരം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ ചെയ്തത് ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ ഇവിടുത്തെ സാഹചര്യം അങ്ങനെയല്ല. ഞാൻ ഈ ഉദാഹരണം പറഞ്ഞു വന്നത് 2 കൊല്ലം കഴിഞ്ഞാണ് താച്ചർ എക്സ്പോസ് ചെയ്യപ്പെട്ടത്. ഇവിടെ നമ്മൾ അതിനോടൊപ്പം തന്നെ വെടിവെക്കുകയാണ്, പ്രതിപക്ഷ കക്ഷികളായാലും ഭരണകക്ഷികളായാലും. ഇത് നമ്മുടെ പാർലമെൻ്ററി രാഷ്ട്രീയ സംസ്കാരത്തിന് ഒട്ടും ചേർന്നതല്ല. ഇത്തരത്തിൽ പോകരുത് എന്നാണ് ഒരു രാഷ്ട്രമീമാംസ പഠിപ്പിച്ചിട്ടുള്ളൊരു അധ്യാപകൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്. ഇത് ആരോഗ്യപരമായ ഒരു രാഷ്ട്രീയ സംസ്കാരത്തിന് ഒട്ടും ഗുണം ചെയ്യില്ല. ശരി.